വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അത്ഭുതമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സൃഷ്ടിച്ചതെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനു ശേഷം നേരത്തെ കണ്ട രൂപവും ഭാവവുമല്ല ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത്. നേരത്തേതുപോലുള്ള വിദ്യാഭ്യാസ രീതിയല്ല നിലവിൽ അവലംബിക്കുന്നത്. ശാസ്ത്രീയമായ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉന്നതതല നിലവാരമാണ് അക്കാദമിക് മേഖലയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മികച്ച അധ്യാപികമാർ, മികച്ച മാനേജ്മെന്റ്, താൽപര്യപൂർവ്വം പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ്മ കേരളം കണ്ട അദ്ഭുതമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാമ്പത്തിക മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വലുതാണ്. ഇത്തരം മാറ്റങ്ങളുടെ കരുത്തിൽ നിന്നുകൊണ്ടുവേണം നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന അനാരോഗ്യ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാനും പോരാടാനും വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രൈമറി തലം തൊട്ട് സർക്കാർ നടത്തിവരുന്ന വിദ്യാഭ്യാസ ക്ഷേമ പരിപാടികളുടെ കാതലെന്നും മന്ത്രി ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അത്ഭുതമായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നേരത്തെ കണ്ട രൂപവും ഭാവവുമല്ല ഇപ്പോൾ വിദ്യാലയങ്ങൾക്കുള്ളത്. നമ്മൾ നേരത്തെ കേട്ടതുപോലുള്ള വിദ്യാഭ്യാസമല്ല അവിടെ നടക്കുന്നത്. ശാസ്ത്രീയമായ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉന്നത നിലവാരമാണ് അക്കാദമിക മേഖലയിൽ നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മികച്ച അധ്യാപകന്മാർ, മികച്ച മാനേജ്മെൻറ്റ്, താൽപര്യപൂർവ്വം പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവരുടെ ഒരു കൂട്ടായ്മ കേരളം കണ്ട അത്ഭുതമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അങ്കണവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം.എൽ.എ. അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ വി. ധന്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം എ.വി. വല്ലഭൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ എം.ബി. പ്രവീൺ, എം. പീതാംബരൻ, പഞ്ചായത്ത് അംഗം എൻ.എസ്. ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടി വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് സംഭാവന ചെയ്ത കസേര, ബാഗ് എന്നിവ ഭാരവാഹികളായ വിനീത് മോഹൻ, സുന്ദർ ഭാസ്കർ, പോളി ഫ്രാൻസിസ്, പി.കെ. മനോഹരൻ എന്നിവരിൽ നിന്നും മന്ത്രി ഏറ്റുവാങ്ങി. ആലത്തിയൂർ നാരായണൻ നമ്പിയുടെ കുടുംബാംഗങ്ങൾ സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി യാഥാർത്ഥ്യമാക്കിയത്. നാരായണൻ നമ്പിയുടെ സഹധർമ്മിണി ശ്രീദേവി അന്തർജനത്തെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു.